നമ്മുടെ യങ് പോപ്പുലേഷൻ 45 to 50% ഇന്ത്യയുടെ യങ് പോപ്പുലേഷനാണ്. അത് നല്ല അറിവും പ്രാപ്തിയും ഉള്ളവരാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ IT-യിലൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. കൊച്ചിയിൽ 5 കൊല്ലം മുമ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്, നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നമ്മളുടെ ഒരു മാൾ എന്ന് പറയുന്നത്. അതുമാതിരി മാൾ ഇന്ത്യയിൽ എവിടെ നിങ്ങൾക്ക് കാണാൻ സാധ്യത. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയാലും അത്രയും മനോഹരമായ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മാൾ നിങ്ങൾക്ക് കാണാൻ പ്രയാസമാണ്. ഇത്രയും വലിയ ഒരു മാൾ കൊച്ചിയിൽ നടക്കുമോ എന്ന് പലരും പറയുകയില്ല. ഞാൻ പറഞ്ഞു, എന്റെ രാജ്യം, എന്റെ സംസ്ഥാനം കൊച്ചി എന്നത് മഹത്തായ ഒരു ചരിത്രമുള്ള നഗരമാണ്. അവിടെ ഞാൻ ഒന്ന് പരിശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും കേരളത്തിലെയും ജനങ്ങൾ അത് ഏറ്റെടുത്തു. അവർ സന്തോഷത്തോടുകൂടി കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും പ്രായമായവരോടും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സുഖകരമായൊരവസ്ഥാവിശേഷം ഞാൻ കണ്ട് ആനന്ദിക്കുകയുണ്ടായി. ഗോൾഘാട്ടിൽ ഇപ്പൊ നിങ്ങൾ പരിപാടി നടത്തി. എന്റെ സുഹൃത്ത് പറഞ്ഞു, എന്ത് മനോഹരമായ ആംബിയൻസ്, എൻവയറമെന്റ് ആണ് ഞാൻ അവിടെ കൊണ്ടുവന്നത്. പക്ഷേ അത് ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞാനത് കെട്ടിപ്പൊക്കി. സ്റ്റഡി അനുസരിച്ച് 30 കൊല്ലം 35 കൊല്ലത്തിന് ആ കാശ് മടങ്ങി വരില്ല. പക്ഷെ എന്നിരുന്നാലും അതൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഹബ്ബായി കൊച്ചി മാറണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. ലോകത്തിലെ ബിസിനസ്സുകാരോട് ഞാൻ പറയാറുണ്ട്, എസ്പെഷ്യലി അബൌട്ട് മൈ സ്റ്റേറ്റ് കേരള. കേരളത്തിനെ പറ്റി പറയും. കാരണം കേരളം വിജയിച്ചാലേ നമ്മുടെ അടുത്ത തലമുറ വിജയിക്കുകയുള്ളൂ.